എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സുർബിയാൻ ബിരിയാണിയാണ്. സാധാരണ ബിരിയാണിയേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുള്ള ബിരിയാണി ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അതിൽ കുറച്ചൊരു 2-3 കാര്യങ്ങൾ എക്സ്ട്രാ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഓർഡർ വന്നതാണ് കേട്ടോ. ഇന്ന് കേറ്ററിംഗ് ഓർഡർ വന്നതാണ് ഒരു 10 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചാണെങ്കിൽ അതിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ രാവിലെ നേരത്തെ പണി തുടങ്ങിയാലേ അപ്പോഴേക്ക് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ചധികം സവോള നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 പാർട്ടായി വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1/4 ഭാഗം നമുക്ക് മസാല വാട്ടുന്നതിലിടാനും പിന്നെ ഒരു 1/4 ഭാഗം പൊരിച്ചിട്ട് ഇടാനുമാണ് കേട്ടോ. ഇത് നമ്മൾ 10 കിലോയിലേക്കായതുകൊണ്ട് തന്നെ ഒരു 7 കിലോയോളം സവോളയാണ് ഉള്ളത്. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളി ഒരു 3.5 കിലോയോളം ഉണ്ട്. ഇപ്പം നമ്മളൊരു കിലോ ആണ് അരി എടുക്കുന്നതെങ്കിൽ ഒരു 700 ഗ്രാം ഉള്ളിയും അതുപോലെ ഒരു 300-350 ഗ്രാം തക്കാളിയും എടുത്താൽ മതിയേ. പിന്നെ കുറച്ചധികം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 10-20 എണ്ണം പോലും ഉണ്ട്. അത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് കേട്ടോ ചെറിയുള്ളി. ഏത് ബിരിയാണി വെക്കുകയാണെങ്കിലും ചെറിയുള്ളി കുറച്ചിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച തക്കാളി ഒന്നാകെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട്. ഇനി നമ്മൾ എളുപ്പത്തിന് മസാല വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഞാനിത് ഏത് ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയാട്ടോ ചെയ്യാറ്. ഈ മെത്തേഡ് ചെയ്താൽ നമ്മൾ അധിക സമയം വാട്ടി സമയം കളയണ്ട. ആ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും ഒന്നിച്ച് കുക്കറിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക. നമ്മളെ കയ്യിൽ വലിയ കുക്കർ ഉള്ളത് കൊണ്ട് നമ്മൾ ആ കുക്കറിലാണ് വെച്ചത്. ഇനി നിങ്ങളെ കയ്യിൽ കുറച്ചാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ കുക്കറിൽ തന്നെ ഒരു വിസിലടുപ്പിച്ചെടുത്താൽ മതിയേ. ഇത് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ ബീഫ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കിയാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല ഉണ്ടാക്കുന്നത് എന്ത് സാധനമായാലും നല്ല പെർഫെക്റ്റോട് കൂടിയിട്ട് നല്ല വൃത്തിയിലും നല്ല കരുതലിലും ഉണ്ടാക്കിയാൽ അതിന് ഒരു പ്രത്യേക രുചിയുണ്ടാവും. നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് എന്തോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കഴിക്കാനായാലും കൊടുക്കുന്നതായാലും നല്ല മനസ്സറിഞ്ഞ് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ബീഫ് നമ്മളൊന്ന് കുക്കറിൽ വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഈ സമയത്ത് ഈ ബീഫിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച സംഭവങ്ങളിൽ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി കുറച്ചവിടെ മാറ്റി വെക്കണം. നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബിരിയാണി വെക്കുമ്പോൾ റൈസിലും കുറച്ച് ഈ ചതച്ച സംഭവങ്ങളൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു 3-4 വിസിലടിച്ചെടുക്കാം. നന്നായിട്ട് വേവണമെന്നില്ല, ഒരു 1/4 വേവാവുന്ന വരെ മതിയേ. പിന്നെ നമ്മൾ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ. ഇത് സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ചെറിയ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയാണല്ലോ എടുക്കുക. ഈ സുർബിയാൻ ബിരിയാണിക്ക് നമ്മൾ ഈ വലിയ മന്തിയൊക്കെ വെക്കാൻ എടുക്കുന്ന ബസ്മതി റൈസില്ല, അതാണ് എടുക്കുക. അതവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 3 തവണ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമ്മൾ കൊട്ടയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച ആ ഉള്ളിയും തക്കാളിയും കൂടെ വിസിലടുപ്പിച്ചില്ലേ, അത് നമ്മൾ ഒരു വട്ടച്ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഒരു 1/4 ഭാഗം ഉള്ളി അവിടെ മാറ്റി വെച്ചിരുന്നല്ലോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ദമ്മ് ചെയ്യാനും വേണം, ബാക്കി മസാലയിലേക്ക് ഇടാനുള്ളതും കൂടിയാണ്. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ അടുപ്പത്ത് ഞാൻ പറഞ്ഞല്ലോ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ഇറച്ചി വെച്ചിരുന്നല്ലോ അതും ഏകദേശം വെന്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഉള്ളി ഇവിടെ കോരുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറാവുമ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് കോരിയെടുക്കണം.
എന്നിട്ട് മുകളിൽ ലാസ്റ്റ് ദമ്മ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നമ്മൾ ഏത് ബിരിയാണിക്കായാലും ഇനി ഇത് സുർബിയാനാണ്, പക്ഷേ നമ്മളല്ലാത്ത ബിരിയാണിയിലായാലും കുറച്ച് സവോള ഇതുപോലെ വറുത്തിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മസാലയിലേക്കുള്ളതാ കറിവേപ്പിലയും നമ്മളെ ഉള്ളിയും കൂടെ പൊരിച്ച് വെച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മസാലയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ബീഫ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, അതായത് ബിരിയാണി മസാലയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും നാരങ്ങാനീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയി. തൈരും നാരങ്ങാനീരും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പ് പോരായ്ക ഉണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിയും തക്കാളി വാട്ടുന്ന സമയത്തും ബീഫിലൊക്കെ കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവും പുളിയും ഒക്കെ പാകമാണോ എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. അതേസമയം നമ്മളിതാ ചോറിനുള്ള വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തോതിലാണ് വെള്ളം ഒഴിച്ചത്. നമ്മളെടുത്ത പാത്രത്തിൻ്റെ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ സ്പൈസസുകളും, അതായത് വലിയ ജീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവറും നെയ്യും കൂടെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നെയ്യ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി. അപ്പം നമ്മൾ റൈസ് നല്ല തീയിൽ ഫസ്റ്റ് നല്ല തീ കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമ്മളിത് റൈസ് പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അടുത്തുനിന്ന് പോവാതെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ റൈസ് ഇതാ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു അരി എടുത്ത് കടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള പച്ചക്കടി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദം ചെയ്തെടുക്കാം. അതായത് അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണലിട്ട് കൊടുക്കാം കേട്ടോ, 1/2 മണിക്കൂർ സമയം. അപ്പോൾ അതാ ഇതുപോലെ കണലിട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് അത് വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മസാല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അളവിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു റൈസാണ്. കണ്ടോ നമ്മളെ റൈസ് നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. തിരെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, എന്നാൽ നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട്. ഓരോരോ അരിയും വെവ്വേറെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമ്മളെ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് തുടങ്ങാം. അതായത് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലേൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറ് കോരിയിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ബിരിയാണി. അങ്ങനെ നമ്മളെ ചോറ് മുഴുവനായിട്ടും ആ ഒരു മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പശു നെയ്യും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ആക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്, വീണ്ടും ഞാൻ പറയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.